Hi dears, welcome back to Sapphire Future Academy Board Booster Series. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്? നമ്മുടെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലേ, അതിൽ ട്രാൻസ്ലേഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ വേണം അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ നമ്മളൊരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്തായിരിക്കും? ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കിക്കുക. നമ്മുടെ mRNA എന്ത് ഫോം ചെയ്യുവാണ്? പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ ഇസ് ദി പ്രോസസ് ഓഫ് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ based on the coded information that is found in the mRNA അല്ലെ. mRNA-യിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യുവാണ്? നമ്മൾ പ്രോട്ടീൻ ചെയിൻ സിന്തസൈസ് ചെയ്യുവാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ എന്ന് പറയും അല്ലെ. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? DNA എന്താ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ mRNA സിന്തസൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അമിനോ ആസിഡ്സ് വേണം. കാരണം എന്താ? പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. അപ്പോൾ അമിനോ ആസിഡ്സ് വേണം അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് വേണം. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ അമിനോ ആസിഡ്സ് സിന്തസിസ് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് എവിടെയാണ്? റൈബോസോമിലാണ്. അപ്പൊ എന്ത് വേണം? റൈബോസോം എസെൻഷ്യൽ ആണ്. റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൽ ഓർഗനൽ ആണ്. ഈ റൈബോസോംസിന് എന്തുണ്ട്? 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. ഒരു ലാർജ് സബ് യൂണിറ്റും ഒരു സ്മോൾ സബ് യൂണിറ്റും. അപ്പൊ ഈ ലാർജ് സബ് യൂണിറ്റും ഈ സ്മോൾ സബ് യൂണിറ്റും എന്ത് ചെയ്യുവാണ്? നമ്മൾ പ്രോട്ടീൻ സിന്തസിന്റെ സമയത്ത് മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? ജോയിൻ ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ സെല്ലിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നതാണ് ഈ റൈബോസോംസ് എന്ന് പറയുന്നത്. റൈബോസോംസിന് 2 സബ് യൂണിറ്റും ഈ 2 സബ് യൂണിറ്റിന് തമ്മിൽ ജോയിൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? Mg2+ അയോൺസ് ആണ് ഈ ജോയിനിങ്ങിന് എസെൻഷ്യൽ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? mRNA വേണം. പിന്നെ എന്ത് വേണം? അമിനോ ആസിഡ്സ് വേണം. ദെൻ റൈബോസോംസ് വേണം. പിന്നെ എന്താ വേണ്ടത് നമുക്ക്? അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരും. ക്യാരി ചെയ്യുന്ന RNA എന്താ പറയേണ്ടത്? ട്രാൻസ്ഫർ RNA. അതിന്റെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. എങ്ങനെയായിരുന്നു സ്ട്രക്ചർ? അതിനൊരു 3 ലൂപ്പും ആംസും കൂടി വരുന്ന സ്ട്രക്ചർ അല്ലെ. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ RNAയുടെ ഷേപ്പ് സ്ട്രക്ചർ. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്താണ്? എൻസൈം അറ്റാച്ച് ചെയ്യുന്ന സൈറ്റ് ആണിത്, അല്ലെങ്കിൽ എൻസൈം ബൈൻഡിങ് റീജിയൻ ആണ്, ലൂപ്പാണ്. ഇതെന്താണ്? ഇത് റൈബോസോം ബൈൻഡിങ് ലൂപ്പ്. ദെൻ നെക്സ്റ്റ് എന്താണ്? ഇത് ആന്റികോഡോൺ ലൂപ്പ്. പിന്നെ ഒരാളും കൂടി സ്പെസിഫിക് ആയിട്ടുണ്ട്. ഏതാണ്? ഇവിടെയാണ് അമിനോ ആസിഡ്സ് ബൈൻഡ് ചെയ്യുന്ന റീജിയൻസ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേണം ആർക്ക്? ട്രാൻസ്ഫർ RNA. അപ്പൊ എന്ത് വന്നു? mRNA വന്നു, അമിനോ ആസിഡ്സ് ഉണ്ട്, റൈബോസോംസ് ഉണ്ട്, ട്രാൻസ്ഫർ RNA ഉണ്ട്. ഇനി എന്താണ്? നമുക്കതിന് അമിനോ ആസിഡ്സിന്റെ സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് വേണം. എൻസൈംസ് വേണം. പിന്നെന്താണ്? ഈ അമിനോ ആസിഡ്സ് സെല്ലിൽ ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കുക. പ്രത്യേകിച്ച് ഒരു ആവശ്യമില്ലല്ലോ. പ്രോട്ടീൻ സിന്തസിന്റെ ആവശ്യമുള്ള സമയത്ത് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ? ആക്റ്റീവ് ആവുള്ളൂ. അല്ലാത്ത സമയത്ത് ഭയങ്കര ഫ്രീ ആയിട്ട് കിടക്കായിരിക്കും ആര്? അമിനോ ആസിഡ്സ്. അപ്പൊ അമിനോ ആസിഡ്സിന് എന്ത് കൊടുക്കണം? കുറച്ച് എനർജി ഒക്കെ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യണം? ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം. അപ്പൊ അതിനാരായിരിക്കും? നമ്മുടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? ATP. അപ്പൊ ATP വേണം. ATP എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് എനർജി. ATPയുടെ എക്സ്പാൻഡഡ് ഫോം എന്തായിരുന്നു? നമ്മുടെ അഡ്നോസിൻ ട്രൈഫോസ്ഫേറ്റ്. അപ്പൊ എന്ത് ചെയ്യാണ്? സെല്ലില് എനർജി കറൻസി ആയിട്ട് പറയുന്നതാണ് ATP. അപ്പൊ ഇവിടെ നമ്മൾ എന്തിനാ ATPനെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഈ അമിനോ ആസിഡ്സിന് എന്ത് ചെയ്യാണ്? ഒന്ന് എനർജി ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് ആക്റ്റീവ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ആര്? ATP. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് തുടങ്ങാം? ട്രാൻസ്ലേഷൻ തുടങ്ങും. അപ്പൊ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? DNA mRNA സിന്തസൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അമിനോ ആസിഡ്സ് ഓൾറെഡി ബോഡിയിലുണ്ട്. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ അമിനോ ആസിഡ്സ് കിട്ടുന്നത് നമ്മൾ പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് കഴിക്കുന്നുണ്ട്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? അമിനോ ആസിഡ്സ് സിന്തസൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? അങ്ങനെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ ബേസിക്, അസിഡിക്, അരോമാറ്റിക്, അങ്ങനെ ന്യൂട്രൽ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ട്. എത്ര അമിനോ ആസിഡ്സ്, എത്ര ടൈപ്പ് വേണം? നമുക്ക് ഒരു 20 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിനെ ഇൻവോൾവ് ചെയ്യുന്നത്. പിന്നെ റൈബോസോംസ് എന്താണ്? സെല്ലിൽ ഓൾറെഡി റൈബോസോംസ് ഉണ്ട്. ദെൻ കൊണ്ടുവരാൻ ആര് റെഡി ആയിട്ട് നിൽപ്പുണ്ട്? ട്രാൻസ്ഫർ RNA റെഡി ആയിട്ട് നിൽപ്പുണ്ട്. എനർജി കറൻസി ആയിട്ട് ATP ഉണ്ട്. അപ്പൊ നോക്കിയാൽ നമ്മുടെ ട്രാൻസ്ലേഷന്റെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ട്രാൻസ്ഫർ RNAനെ എന്ത് ചെയ്യണം? നമ്മുടെ അമിനോ ആസിഡ്സിനെ ചാർജ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ചാർജിങ് ഓഫ് ട്രാൻസ്ഫർ RNA. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പറയുന്ന വേറൊരു പേരാണ് അമിനോ അസൈലേഷൻ.
അമിനോ അസൈലേഷൻ എന്ന് പറയും. അമിനോ അസൈലേഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, നമ്മുടെ അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യാൻ വേണ്ടി അമിനോ ആസിഡ്സിനെ ആക്റ്റീവ് ആക്കുവാണ്. ഒപ്പം തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ ട്രാൻസ്ഫർ ആറിനെയും ഒന്ന് എനർജി ആവുകയാണ്. കാരണം എന്താ, അമിനോ ആസിഡ്സ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അമിനോ ആസിഡ്സ് ആദ്യം എന്താ ചെയ്യണം, നമ്മുടെ ഈ അമിനോ ആസിഡ്സിന്റെ കൂടെ ആരാ അറ്റാച്ച് ചെയ്യുന്നത്, ATP അറ്റാച്ച് ചെയ്യും. ATP അറ്റാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ATPയുടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എനർജി ബ്രേക്ക് കിട്ടും. ഈ എനർജി വെച്ചിട്ട് എന്ത് ചെയ്തു, അമിനോ ആസിഡ്സ് ആക്റ്റീവ് ആയി. അല്ലെങ്കിൽ ഈ അമിനോ ആസിഡ്സും നമ്മുടെ ATPയും കൂടി ബൈൻഡ് ചെയ്തു. ഈ അമിനോ ആസിഡ്സും ATPയും കൂടി ബൈൻഡ് ചെയ്ത ഈ കോംപ്ലക്സ് ആണ് നമ്മുടെ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ആർഎൻഎയിൽ അറ്റാച്ച് ചെയ്തത്. അപ്പൊ ട്രാൻസ്ഫർ ആർഎൻഎക്ക് എന്ത് കിട്ടി, ചാർജ് കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ ട്രാൻസ്ഫർ ആർഎൻഎ എന്തായി, പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടി റെഡിയായി. എങ്ങനെ റെഡിയായത്, ട്രാൻസ്ഫർ ആർഎൻഎ പുറപ്പെടാൻ റെഡി ആയിട്ട് നിൽക്കും. എങ്ങനെ റെഡിയായി നിൽക്കുന്നത്, ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ആർഎൻഎ. നമ്മുടെ ട്രാൻസ്ഫർ ആർഎൻഎ ആണ്. ട്രാൻസ്ഫർ ആർഎൻഎയിൽ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ATP എനർജി കൊടുത്തിട്ടുള്ള അമിനോ ആസിഡ്സ് എന്ത് ചെയ്തു, ഇവിടെ ബൈൻഡ് ചെയ്തു. ഇതാണ് നമ്മൾ ഈ സ്റ്റെപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് ചാർജിങ്. എന്ന് പറഞ്ഞാൽ ആദ്യം അമിനോ ആസിഡ്സും ATPയും കൂടി വന്നു, ഇവരെന്ത് ചെയ്തു, നേരെ അറ്റാച്ച് ടു ദി ട്രാൻസ്ഫർ ആണ്. ഈ 3 പേരും കൂടി ജോയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ അമിനോ അസൈലേഷൻ ഓഫ് ട്രാൻസ്ഫർ ആർഎൻഎ, അമിനോ അസൈലേഷൻ ഓഫ് tRNA, അമിനോ അസൈലേഷൻ ഓഫ് tRNA. അപ്പൊ എല്ലാവരും കൂടി ജോയിൻ ചെയ്ത് ഇവര് എന്താ ചെയ്തു, പ്രോട്ടീൻ സിന്തസിന് റെഡിയായി. ഒരാളല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ആർഎൻഎ റെഡിയായി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ, ഇനീസിയേഷൻ എന്ന് പറയും. നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ഇനീസിയേഷൻ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ സിന്തസിൽ നമുക്ക് സ്റ്റെപ്പ് ബൈസ്, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇല്ലാതെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ആദ്യം എന്ത് ചെയ്തു, ചാർജ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇനീസിയേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഈ 3 പ്രോസസ്സ് വഴി നമ്മുടെ എന്ത് ചെയ്യാണ്, പ്രോട്ടീൻ സിന്തസിസ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഈ സ്ട്രക്ചർ കാണുമ്പോൾ ഇപ്പൊ പെട്ടെന്നൊന്നും ഒരു ഐഡിയ കിട്ടില്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ mRNA കൊടുത്തിരിക്കുന്നു, mRNA റൈബോസോമിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യാണ്, അവിടെ നമ്മുടെ അമിനോ ആസിഡ്സ് ജോയിൻ ചെയ്ത് പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താണ്, ആദ്യത്തെ ഒരു പ്രോസസ്സ് മാത്രം ഇപ്പൊ നോക്കുക. നമ്മുടെ എന്ത് ചെയ്തു, നമ്മുടെ ചാർജിങ് നടന്നു. അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ എന്ത് ചെയ്തു, റെഡി ആയിട്ട് നിൽക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പിന് നമ്മൾ പറയുന്ന പേരാണ് ഇനീസിയേഷൻ. ഇനീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഡയഗ്രം നോക്കിക്കേ, ഇതെന്തായിരിക്കും, നമ്മുടെ mRNA അല്ലെ. ഇപ്പൊ ഓൾറെഡി എന്താണ് ഫോം ചെയ്തിട്ടുള്ള mRNA. ഇപ്പൊ നമ്മൾ ഇവിടെ ഒന്നും കൂടി വരയ്ക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ mRNA അല്ലെ. അപ്പൊ ഈ mRNAയിൽ എന്താ ചെയ്യണം, ഇനീസിയേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ mRNA നേരെ എന്ത് ചെയ്യും, നമ്മുടെ റൈബോസോംസിന്റെ സ്മോൾ എസ് എന്ന് കൊടുത്തിട്ടുള്ള സ്മോൾ സബ് യൂണിറ്റിലാണ്. സ്മോൾ സബ് യൂണിറ്റിൽ നമ്മുടെ mRNA വന്ന് അറ്റാച്ച് ചെയ്തു. mRNA വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യും, ഇതിന്റെ മുകളില് നമ്മുടെ ലാർജ് സബ് യൂണിറ്റ് അറ്റാച്ച് ചെയ്തു. അപ്പൊ ഇനീസിയേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, mRNA എവിടെ അറ്റാച്ച് ചെയ്തു, mRNA നേരെ നമ്മുടെ റൈബോസോംസിന്റെ mRNA എവിടെ അറ്റാച്ച് ചെയ്തു, സ്മോൾ സബ് യൂണിറ്റിൽ അറ്റാച്ച് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്തു, അതിനോടുകൂടി നെക്സ്റ്റ് എന്ത് ചെയ്തു, ലാർജ് സബ് യൂണിറ്റ് ആരുമായിട്ട് ജോയിൻ ചെയ്യുവാണ്, ജോയിൻ വിത്ത് a small subunit. Large subunit join with a small subunit. അപ്പോൾ എന്താണ് ശരിക്കും നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ ഈ mRNA എവിടെ വന്നു, ലാർജ് സബ് യൂണിറ്റ്. ഇതാണ് നമ്മുടെ ലാർജ് സബ് യൂണിറ്റ്, ഇത് സ്മോൾ സബ് യൂണിറ്റ്. ലാർജിന്റെയും സ്മോളിന്റെയും ഇടയിലാണ് നമ്മുടെ ഏത് വന്നത്, നമ്മുടെ ഈ mRNA ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് ഫസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലാർജ് സബ് യൂണിറ്റിൽ നമുക്ക് എന്താണ് ഒരു 3 സൈറ്റുകളുണ്ട്, 3 റീജിയൻസ് ഉണ്ട്. ഇതിനെ പറയുന്നതാണ് ഈ ഡയഗ്രം തന്നെയാണ്. ഇ എന്ന് പറയും, പി എന്ന് പറയും, എ എന്ന് പറയും. 3 സൈറ്റുകളാണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിറ്റ് സൈറ്റ് എന്ന് പറയും, എക്സിറ്റ്. പി എന്ന് പറഞ്ഞാൽ പെപ്റ്റിഡൈൽ സൈറ്റ്, പെപ്റ്റിഡൈൽ സൈറ്റ്. എ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്, അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ്. ഇങ്ങനെ 3 സൈറ്റുകളുണ്ട്. എവിടെയാണ്, ലാർജ് സബ് യൂണിറ്റിൽ.
അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ നടന്നത്? നമ്മുടെ mRNA സ്മോൾ സബ് യൂണിറ്റിൽ അറ്റാച്ച് ചെയ്തു, അതിന്റെ മുകളിൽ ആര് വന്ന് അറ്റാച്ച് ചെയ്തു? ലാർജ് സബ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, രണ്ട് ബീഡ്സിന്റെ ഇടയിൽ ആര് വന്നു? mRNA വന്ന് അറ്റാച്ച് ചെയ്തു. ഇനി എന്താണ് നമ്മുടെ mRNA, നമ്മുടെ ലാർജ് സബ് യൂണിറ്റിൽ എന്താണ് 3 സൈറ്റുകളാണ്. ഇ സൈറ്റ്, പി സൈറ്റ്, എ സൈറ്റ്. അപ്പൊ ഈ പേര് കേട്ടാൽ തന്നെ അറിയാം, എ സൈറ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അമിനോ ആസിഡ്സ് അറ്റാച്ച് ചെയ്യുന്ന സൈറ്റ് ആണ്. ദെൻ പി സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെപ്റ്റിഡൈൽ സൈറ്റ് ആണ്. ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിറ്റ് സൈറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ എന്ത് വരുവാണ്? നമ്മുടെ ഫസ്റ്റ് ട്രാൻസ്ഫർ ആർഎൻഎ ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുവാണ്. ഈ ട്രാൻസ്ഫർ ആർഎൻഎ എന്ത് ചെയ്യണം? നമ്മുടെ ഇവിടെ ഫസ്റ്റ് കോഡോൺ എപ്പോഴും എന്തായിരിക്കും? എ യു ജി ആണ് ഫസ്റ്റ് കോഡോൺ. അപ്പൊ എന്ത് ചെയ്യും? ഈ എ യു ജി ഏതിനെ കോഡ് ചെയ്യുന്നത്? നമ്മുടെ മെഥിയോണിനെയാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ മെഥിയോണിനെ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ എന്ത് ചെയ്തു? ഇവിടെ ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കേണ്ട ഇതിന്റെ ആന്റി കോഡോൺ ഇവിടെ ഉണ്ട്, ഇവിടെ മെഥിയോണിനുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു? ഈ ട്രാൻസ്ഫർ ആർഎൻഎ വിത്ത് ഫസ്റ്റ് അമിനോ ആസിഡ്സ് എവിടെ വന്ന് ജോയിൻ ചെയ്യും? ഇവിടെ പി ഫസ്റ്റ് മാത്രം എവിടെ ജോയിൻ ചെയ്യും? പി സൈറ്റിൽ ജോയിൻ ചെയ്യും. ആരെ ജോയിൻ ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്ഫർ ആർഎൻഎ ഇവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഇവിടെ എന്താ ഉള്ളത്? അതിനെ ക്യാരി ചെയ്യുന്ന അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സിന്റെ പേരാണ് മെഥിയോണിൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്തൊക്കെയാണ് നടന്നത്? ആദ്യം mRNA എന്ത് ചെയ്തു? ലാർജ് സബ് യൂണിറ്റിന്റെ സ്മോൾ സബ് യൂണിറ്റിന്റെ ഇടയിൽ ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? അടുത്ത് നടക്കുന്നത് എന്താണ്? ഫസ്റ്റ് അമിനോ ആസിഡ്, അതായത് മെഥിയോണിൻ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ. മെഥിയോണിൻ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ എവിടെ വന്ന് അറ്റാച്ച് ചെയ്തു? ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ഓൺ ദി പി സൈറ്റ്. പി സൈറ്റിൽ ഇവിടെ അറ്റാച്ച് ചെയ്തു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനീസിയേഷൻ. അതാണ് ഇവിടെ നമ്മൾ പറയുന്നത് മെഥിയോണൈൽ ട്രാൻസ്ഫർ ആർഎൻഎ. മെഥിയോണൈൽ ട്രാൻസ്ഫർ ആർഎൻഎ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മെഥിയോണിൻ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ. മെഥിയോണിൻ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ നേരെ വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്തു? പി സൈറ്റിൽ അറ്റാച്ച് ചെയ്തു. അപ്പൊ നമ്മുടെ ഏത് പ്രോസസ്സ് കഴിഞ്ഞു? ഫസ്റ്റ് പ്രോസസ്സ് അവിടെ കഴിഞ്ഞു. ദാറ്റ് ഈസ് കോൾഡ് ഇനീസിയേഷൻ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് ഇലോങ്ങേഷൻ എന്ന് പറയും. ഇലോങ്ങേഷൻ. അപ്പൊ ഇലോങ്ങേഷൻ ആകുമ്പോൾ നോക്കിക്കേ, ഇലോങ്ങേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് അമിനോ ആസിഡ്സ് എവിടെയുണ്ട്? പി സൈറ്റിലുണ്ട്. ഫസ്റ്റ് അമിനോ ആസിഡ്സ് വരുന്ന സൈറ്റ് ആണ്. ഫസ്റ്റ് അമിനോ ആസിഡ്സ് മാത്രമാണ് പി സൈറ്റിൽ അറ്റാച്ച് ചെയ്യുള്ളൂ. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ എന്താ നടക്കുക? നെക്സ്റ്റ് അമിനോ ആസിഡ്സ് ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ. ഇപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ആർഎൻഎ എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രാൻസ്ഫർ ആർഎൻഎ വരും. സെക്കൻഡ് ട്രാൻസ്ഫർ ആർഎൻഎ എന്തായിരിക്കും? ഇവിടെ ഏതാണോ കോഡോണ് അതിന് ജസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റി കോഡോൺ ഉള്ള ട്രാൻസ്ഫർ ആർഎൻഎ. ഇവിടെ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മൾ ഏതെങ്കിലും അമിനോ ആസിഡ്സ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ 2 എന്ന് കൊടുത്തു. ഈ സെക്കൻഡ് അമിനോ ആസിഡ്സ് ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ എവിടേക്ക് വരുവാണ്? റൈബോസോമിലേക്ക് വന്നു. അവരിപ്പോ നോക്കി ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള പേര് കണ്ടോ? ത്രിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് ആണ് സെക്കൻഡ് വന്നത്. അപ്പൊ ത്രിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സ് ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ പിന്നെ എന്താണ്? ഇവിടെ പി സൈറ്റിൽ സ്പേസ് ഇല്ല, അവിടെ ഓൾറെഡി എന്തുണ്ട്? മെഥിയോണിൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു? എ സൈറ്റിൽ വന്ന് ജോയിൻ ചെയ്തു. ഇത് ഫസ്റ്റ് അമിനോ ആസിഡ്. ഇത് നമ്മുടെ ഫസ്റ്റ് അമിനോ ആസിഡ് ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആർഎൻഎ മാത്രമാണ് എവിടെ ചെയ്യുള്ളൂ? പി സൈറ്റിൽ വരും. സെക്കൻഡ് ട്രാൻസ്ഫർ ആർഎൻഎ എവിടെ ജോയിൻ ചെയ്തത്? എ സൈറ്റിൽ ജോയിൻ ചെയ്തു. അപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഇവര് തമ്മിൽ ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കും. ഇവിടെ നടക്കുന്ന ബോണ്ടാണ് നമ്മൾ എന്ത്? പെപ്റ്റൈഡ് ബോണ്ട്. എന്താ പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ 2 അമിനോ ആസിഡ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ട്. ഇപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു അമിനോ ആസിഡ് എന്ന് വിചാരിക്കുക. +1 പഠിച്ചതാണ് നിങ്ങൾ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ. ഇതാണ് ഫസ്റ്റ് അമിനോ ആസിഡ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് അമിനോ ആസിഡ്സ് ഇതാണ് നമ്മുടെ സെക്കൻഡ് അമിനോ ആസിഡ്. അപ്പൊ എന്ത് ചെയ്യുവാണ്? ഈ 2 അമിനോ ആസിഡ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ടിനെ പറയുന്ന പേര് ഒരു വാട്ടർ മോളിക്യൂൾ ഇവിടുന്ന് റിലീസ് ചെയ്യും. ബാക്കി വരുന്ന ഏതാണ്? CONH ബോണ്ട്. ഫസ്റ്റ് അമിനോ ആസിഡിന്റെ CO സെക്കൻഡ് അമിനോ ആസിഡിന്റെ NH തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ബോണ്ടിനെ പറയുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയും. പെപ്റ്റൈഡ് ബോണ്ട് +1 പഠിച്ചത് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുവാണ്? ഈ ഫസ്റ്റ് അമിനോ ആസിഡ്സും സെക്കൻഡ് അമിനോ ആസിഡ്സും തമ്മിൽ എന്ത് ചെയ്യുവാണ്? ഒരു ബോണ്ട് ഫോർമേഷൻ നടക്കും. ഏതാ ബോണ്ട് ഇവിടെ നടക്കുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തു. അപ്പൊ എന്താണ്? ഇവർ തമ്മിൽ ജോയിൻ ചെയ്തു. ഇവിടെ 2 അമിനോ ആസിഡ്സ് മാത്രമാണ് ഇവിടെ വന്നത്. ഇപ്പൊ നമുക്കിവിടെ
ഇവിടെ എത്ര അമിനോ ആസിഡ്സ് ആയി? ഇപ്പോ 2 അമിനോ ആസിഡ്സ് ആയി. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മുടെ കോഡോൺസ് കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ നിവർന്ന് കിടപ്പുണ്ട്. അപ്പൊ നോക്കിക്കേ, നെക്സ്റ്റ് കോഡ് ഇപ്പൊ നമ്മളിത് ഫസ്റ്റ് കോഡോൺ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത് ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ ഇപ്പോൾ നമുക്ക് 2 അമിനോ ആസിഡ്സ് വന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ഇനി നമുക്ക് ഇഷ്ടം പോലെ കോഡോൺസ് കിടക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യണം? അടുത്ത കോഡോൺ നോക്കുക. അടുത്ത കോഡോൺസിന് സ്പെസിഫൈ ചെയ്യുന്ന അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആറിനെ എത്തും. എവിടേക്ക് വരും? നേരെ നെക്സ്റ്റ് നമ്മുടെ തേർഡ് ട്രാൻസ്ഫർ ആറിനെ. ഇപ്പൊ തേർഡ് ട്രാൻസ്ഫർ ആറിനെ വരുവാണ്. ഇതേപോലെ തന്നെ നമുക്ക് തേർഡ് അമിനോ ആസിഡ്സിനെ ക്യാരി, ഇപ്പൊ നമ്മൾ A3 എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. തേർഡ് അമിനോ ആസിഡിനെ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ ആറിനെ വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ എന്താ പ്രത്യേകത? ഇവിടെ ഓൾറെഡി ബെദിയോണിൻ ഉണ്ട്, ത്രിയോണിൻ ഉണ്ട്. ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് സൈറ്റ് ആണ്. അതിലെന്താണ്? അറ്റാച്ച്മെന്റ് ഒന്നും നടക്കില്ല. അത് നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മുടെ ട്രാൻസ്ഫർ ആറിനെ റിലീസ് ചെയ്തു പോകുന്ന സൈറ്റ് ആണ് ഈ സൈറ്റ്. അപ്പൊ എന്താണ്? ഈ ഫസ്റ്റ് അമിനോ ആസിഡ്സ് മാത്രം പി സൈറ്റിൽ, ഇനി ബാക്കി വരുന്നവരൊക്കെ എന്ത് ചെയ്യണം? എ സൈറ്റിൽ വേണം അറ്റാച്ച് ചെയ്യണം. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? അമിനോ ആസിഡ് ബൈൻഡിങ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്താ പ്രത്യേകത? ഇവിടെ ഓൾറെഡി ആര് നിൽക്കുവാണ്? ത്രിയോണിൻ നിൽക്കുക. അപ്പൊ ഇതിന് സ്പേസ് ഇല്ല. അറ്റാച്ച് ചെയ്യാൻ എവിടെ മാത്രമേ പറ്റുള്ളൂ? അതിന് ഇരിക്കാനുള്ള സ്പേസ് എന്ന് പറഞ്ഞ ഏത് സൈറ്റ് ആണ്? എ സൈറ്റ് ആണ്. അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ ഇവർക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മുടെ ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ് ആര്? മെഥിയോൺ. മെഥിയോൺ പതുക്കെ ഒന്ന് നീങ്ങി കൊടുക്കും. നീങ്ങി കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? ഈ സെക്കൻഡ് വന്നിട്ടുള്ള അമിനോ ആസിഡ്സ് എവിടെ വന്നു? ഇത് നമ്മുടെ ഫസ്റ്റ് അമിനോ ആസിഡ് ആണ്. സെക്കൻഡ് വന്ന അമിനോ ആസിഡ്സ് ഏത് സൈറ്റിലേക്ക് വന്നു? പിയിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്തു? അപ്പോൾ ഈ എ സൈറ്റ് അവിടെ ഫ്രീ ആയി. ഫ്രീ ആയി ഇപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ തേർഡ് അമിനോ ആസിഡ്സ് എവിടെ വന്ന് അറ്റാച്ച് ചെയ്തു? ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് നടക്കണം? പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടന്നു. ഇപ്പൊ നമുക്ക് ഇവിടെ എത്ര? ഇവിടെ ഫസ്റ്റ് 2 അമിനോ ആസിഡ്സ് ഉണ്ടായുള്ളൂ. ഇവിടെ എത്ര? 3 അമിനോ ആസിഡ്സ് ആയി. അപ്പൊ നമുക്ക് എന്താണ്? ഈ പെപ്റ്റൈഡ് ബോണ്ട് ഒക്കെ ഫോം ചെയ്യാനും അതിന്റെ ട്രാൻസ്ഫറിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ആണ് ഇവിടെ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. ഇപ്പൊ നമുക്ക് എന്താണ്? ഇതോടുകൂടി നമ്മുടെ ഇലോങ്ങേഷൻ കഴിയണില്ല. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? അടുത്ത കോഡോൺ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് വന്നു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? അടുത്ത ട്രാൻസ്ഫർ. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഈ ട്രാൻസ്ഫർ ആറിനെ ഇവിടെ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഫോർത്ത് വരുമ്പോ എന്താ പ്രത്യേകത? അപ്പൊ ഓരോ ട്രാൻസ്ഫർ ആറിനെയും അമിനോ ആസിഡ്സിനെ കൊണ്ട് ഇവിടെ ജോയിൻ ചെയ്തു. ഈ ബോണ്ട് ഫോർമേഷൻ കഴിഞ്ഞ എന്താണ്? ട്രാൻസ്ഫർ ആറിനയുടെ ആവശ്യം പിന്നെ അവിടെ ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ സൈറ്റ് വഴി അവര് എക്സിറ്റ് ആയിട്ട് പോകും. കാരണം ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഉള്ളത് കൊണ്ട് ഇവർ തമ്മിൽ എന്ത് ചെയ്യും? എപ്പോഴും ജോയിൻ ചെയ്ത് നിൽക്കും. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ ട്രാൻസ്ഫർ ആറിനയുടെ ആവശ്യമില്ല. അപ്പൊ ട്രാൻസ്ഫർ ആറിനെ നേരെ ഈ സൈറ്റ് വഴി നേരെ എക്സിറ്റ് കൊടുത്ത് പോയിക്കോളും. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? ഇനി അടുത്ത ആള് വരുമ്പോൾ അടുത്ത അമിനോ ട്രാൻസ്ഫർ ആറിനെ വന്നു. ആരെ ക്യാരി ചെയ്യുന്നത്? നമ്മുടെ ഫോർത്ത് അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എന്താണ്? ഇവിടെ ഓൾറെഡി ആര് ഇരിക്കുവാണ്? തേർഡ് അമിനോ ആസിഡ്സ് ഇരിക്കുക. അപ്പൊ അതിന് സ്പേസ് ഇല്ല. അപ്പൊ പിന്നെയും പ്രോബ്ലം ആയി. അപ്പൊ എന്ത് ചെയ്തു? എഗെയിൻ ഇവർ ഒന്നും കൂടി ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ആരാ ഷിഫ്റ്റ് ചെയ്തേ? നമ്മുടെ ഫസ്റ്റ് അമിനോ ആസിഡ്സ് കുറച്ചും കൂടി നീങ്ങി കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ഈ തേർഡ് അമിനോ ആസിഡ്സ് ഏത് പൊസിഷനിലേക്ക് വന്നു? പിയിലേക്ക് വന്നു. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഫോർത്ത് അമിനോ ആസിഡ്സിനെ ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യാം. അങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോൾ നോക്കിക്കോ, ഇപ്പൊ വേണ്ട ഇവിടെ ഓരോ അമിനോ ആസിഡ്സ് വരും തോറും എന്ത് ചെയ്യും? ഫസ്റ്റ് ഫോം ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സ് പതുക്കെ ഇങ്ങനെ നീങ്ങി കൊടുക്കും. അപ്പൊ നോക്കി അതിനനുസരിച്ച് ഒപ്പം തന്നെ എന്ത് ചെയ്യും? ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ഫർ ആറിനൊക്കെ അവിടെ പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല. ട്രാൻസ്ഫർ ആറിനെ എന്ത് ചെയ്തോളും? പതുക്കെ അവിടുന്ന് എക്സിറ്റ് അടിച്ചു പോകും. അപ്പൊ നമുക്ക് നോക്കിക്കോ, ഇപ്പൊ എത്ര സീക്വൻസ് ഉണ്ടോ അത്ര തന്നെ എന്ത് വരും? നമുക്കിവിടെ വരും. അപ്പൊ നോക്കി ഇവിടെ 5 വന്നു, 6 വന്നു, 7 വന്നു, 8 വന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ഇപ്പൊ 8 1 2 3 4 5 6 7 8 കണ്ടോ? ഇപ്പൊ ഇത് ഫസ്റ്റ് അമിനോ ആസിഡ്സ് ആണ്. A1, A2, A3, A4, A5, A6, A7, A8. അപ്പൊ ഈ സെയിം പ്രോസസ് എന്ത് ചെയ്യും? എത്ര കോഡോൺസ് ഉണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യണവരെ എന്ത് ചെയ്യും? ഈ അമിനോ ആസിഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരെ കൊണ്ടുവരുന്നത്? ട്രാൻസ്ഫർ ആറിനെ കൊണ്ട്. അപ്പൊ ട്രാൻസ്ഫർ ആറിനെ ശരിക്കും എന്താണ്? ലോഡ് ചെയ്യുവാണ്. ആരെ ലോഡ് ചെയ്യുന്നത്? അമിനോ ആസിഡ്സിനെ കൊണ്ടുവരിക, ഇവിടെ കൊണ്ട് ഡിസ്പേഴ്സ് ചെയ്യുക, എക്സിറ്റ് അടിച്ചു പോവുക. അപ്പൊ നോക്കിക്കേ, ഇവിടെ 8 അമിനോ ആസിഡ്സ് ഇതേപോലെ തന്നെ. അപ്പൊ ഓരോ അമിനോ ആസിഡ്സ് പുതിയത് വരുമ്പോഴും ഫസ്റ്റ് ഫോം ചെയ്ത അമിനോ ആസിഡ്സ് എന്ത് ചെയ്യണം? മാറി കൊടുക്കും. അപ്പൊ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ഫസ്റ്റ് അമിനോ ആസിഡ്സ് മാത്രമാണ് എവിടെ ജോയിൻ ചെയ്യുള്ളൂ? പി സൈറ്റില്. ബാക്കിയുള്ള എല്ലാം ഇപ്പൊ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, എയ്ത്ത് ഇവരെല്ലാവരും എവിടെ മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ? എ സൈറ്റിൽ മാത്രം ജോയിൻ ചെയ്യും. ആര് മാത്രമാണ്? ഫസ്റ്റ് മാത്രമാണ്
പി സൈറ്റിലേക്ക് വരും. പക്ഷെ ഈ ഓരോ അമിനോ ആസിഡ്സും എന്ത് ചെയ്യുവാണ്, നമ്മുടെ പി സൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ട്രാൻസ്ഫറിങ്ങിനും അതുപോലെ തന്നെ അവിടെ ബോണ്ട് ഫോർമേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് നമ്മുടെ എന്ത്, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 8 അമിനോ ആസിഡ്സ് ഇവിടെ വന്നു. നെക്സ്റ്റ് നോക്കിക്കേ, ഈ ലാസ്റ്റ് വരുന്ന ആൾ ആരായിരിക്കണം, നമ്മുടെ സ്റ്റോപ്പ് കോഡോൺ ആണ്. ലാസ്റ്റ് വരുന്ന ആരാണ്, സ്റ്റോപ്പ് കോഡോൺ. സ്റ്റോപ്പ് കോഡോൺ വന്നു കഴിഞ്ഞാൽ എന്താ അർത്ഥം, പിന്നെ അവിടെ അങ്ങനെ ഒരു അമിനോ ആസിഡ്സും വരില്ല. അപ്പൊ നമുക്കിവിടെ എത്ര കോഡോൺസ് ഉണ്ടോ അതിൽ ഒന്ന് കുറച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, അമിനോ ആസിഡ്സിന്റെ പേര് പറയാം. അപ്പൊ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു 125 കോഡോൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര അമിനോ ആസിഡ്സ് ഉണ്ടാവുള്ളൂ പ്രോട്ടീൻ ചെയിനിൽ, 124 അമിനോ ആസിഡ്സ് ഉള്ള പ്രോട്ടീൻ ചെയിൻ ആണ് ഇവിടെ സിന്തസൈസ് ചെയ്യുള്ളൂ. കാരണം എന്താ, 1 ഈസ് കൺസിഡർ ആസ് ദി സ്റ്റോപ്പ് കോഡോൺ. അതുപോലെ തന്നെ നമ്മളോട് തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇപ്പൊ നമുക്കൊരു 250 അമിനോ ആസിഡ്സ് ഉള്ള ഒരു പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്യണമെങ്കിൽ ഹൗ മെനി കോഡോൺസ് ആർ റിക്വയർഡ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എത്ര കോഡോൺസ് ഉള്ള ഒരു mRNA വേണമെന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ജസ്റ്റ് ഒരെണ്ണം കൂട്ടി പറയണം. അതായത് 251 വരണം. കാരണം എന്താ, ഒരെണ്ണം എപ്പോഴും എന്തായിരിക്കും, ആ സ്റ്റോപ്പ് കോഡോൺ ആണ്. അപ്പൊ അങ്ങനൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, ഇങ്ങനെ നമ്മുടെ 8 അമിനോ ആസിഡ്സ് ഉള്ള ചെയിൻ ഇവിടെ ഫോം ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, നമ്മുടെ ടെർമിനേഷൻ. ടെർമിനേഷന് മുന്നേ ഇപ്പം ആദ്യം എന്ത് ചെയ്തു, നമ്മുടെ ഫസ്റ്റ് നടന്ന പ്രോസസ്സ് എന്തായിരുന്നു, നമ്മുടെ ടിആർഎൻഎനെ നമ്മുടെ അമിനോ ആസിഡ്സിനെ ചാർജ് ചെയ്തു, ട്രാൻസ്ഫർ ആർഎൻഎയിൽ അറ്റാച്ച് ചെയ്തു, നേരെ വന്നിട്ട് എവിടെ അറ്റാച്ച് ചെയ്തു, അത് നമ്മുടെ ഫസ്റ്റ് സൈറ്റിൽ പി സൈറ്റിൽ അറ്റാച്ച് ചെയ്തു. ആ പ്രോസസ്സാണ് നമ്മുടെ എന്ത്, ഇനീസിയേഷൻ. ബാക്കിയുള്ള എല്ലാ അമിനോ ആസിഡ്സും വന്ന് അറ്റാച്ച് ചെയ്യുക. അമിനോ ആസിഡ്സ് ക്യാരിയിങ് ട്രാൻസ്ഫർ ആർഎൻഎ എവിടെ അറ്റാച്ച് ചെയ്യണം, എ സൈറ്റിൽ വന്ന് അറ്റാച്ച് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം പ്രീവിയസ് അമിനോ ആസിഡ്സ് എന്ത് ചെയ്യുവാണ്, ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ പ്രോസസ്സാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എവിടെ നടക്കുന്നത്, ഇലോങ്ങേഷൻ. അപ്പൊ ഇലോങ്ങേഷനിൽ എന്താ നടക്കുന്നത്, നമ്മുടെ കമ്മിങ് സബ്സിക്വന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഫസ്റ്റ് ചോദിച്ചു എക്സെപ്റ്റ് 1, ബാക്കിയുള്ള അമിനോ ആസിഡ്സ് ഒക്കെ നേരെ എന്ത് ചെയ്യുവാണ്, അമിനോ ആസിഡ്സ് നേരെ എവിടെ ഏത് സൈറ്റിൽ അറ്റാച്ച് ചെയ്യും, എ സൈറ്റിൽ അറ്റാച്ച് ചെയ്യും. അതാണ് നമ്മുടെ എന്ത് നടക്കുന്നത്, ഇലോങ്ങേഷൻ നടക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി നടക്കും. എന്താണ്, ഈ പ്രീവിയസ്ലി അറ്റാച്ച് ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സ്, പ്രീവിയസ്ലി അറ്റാച്ച്ഡ് അമിനോ ആസിഡ്സ് എന്ത് ചെയ്യുവാണ്, നേരെ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്, ഷിഫ്റ്റഡ് ടു പി സൈറ്റ്. പി സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യും, റിലീസ് ചെയ്യും, പതുക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പ്രോസസ്സ് നടക്കും. പിന്നെ എന്തും കൂടി നടക്കും, ഇവിടെ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കും. പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ ഇലോങ്ങേഷനിൽ. ഫസ്റ്റ് അമിനോ ആസിഡ്സ് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സ് ഇനീസിയേഷൻ, ബാക്കിയുള്ള എല്ലാ അമിനോ ആസിഡ്സും എ സൈറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സ് ഇലോങ്ങേഷൻ. അവർ അമിനോ ആസിഡ്സ് തമ്മിൽ എന്താണ്, പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. ഒപ്പം തന്നെ എന്താണ്, മുന്നേ ഫോം ചെയ്തിട്ടുള്ള അമിനോ ആസിഡ്സ് പതുക്കെ എന്ത് ചെയ്യുവാണ്, ഷിഫ്റ്റ് ചെയ്ത് പോകും. ഒപ്പം തന്നെ എന്തുകൊണ്ട് നടക്കുന്നുണ്ട്, നമ്മുടെ ഓരോ ട്രാൻസ്ഫർ ആർഎൻഎയും എന്ത് ചെയ്യുവാണ്, എക്സിറ്റ് കൊടുക്കും. ഏതിൽ കൂടെയാണ്, ഈ സൈറ്റിൽ കൂടെ എക്സിറ്റ് കൊടുക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെ നടക്കുന്നുണ്ട്, ഇലോങ്ങേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇലോങ്ങേഷന്റെ അവിടെ ഇൻവോൾവ് ചെയ്യുന്ന എൻസൈമാണ് നമ്മുടെ എന്ത് പറയുന്നത്, പെപ്റ്റിഡൈൻ. ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനും ആ ഷിഫ്റ്റിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. അപ്പൊ നമുക്ക് എന്താണ്, ഇപ്പൊ ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ്, ഈ പ്രോട്ടീൻ ചെയിൻ സിന്തസൈസ് ചെയ്യുമ്പോൾ കണ്ടോ, നമ്മുടെ റൈബോസോമിന്റെ പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ, ഈ റൈബോസോം പതുക്കെ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ട്രാൻസ്ഫർ ആർഎൻഎ കൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഓരോ പ്രോട്ടീൻ ചെയിൻ ഓരോ അമിനോ ആസിഡ്സ് വന്ന് ജോയിൻ ചെയ്യുന്നതിനൊപ്പം തന്നെ എന്താണ്, ഈ mRNA കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ആര്, നമ്മുടെ റൈബോസോംസ്. ഒപ്പം എന്ത് ചെയ്തു, അവസാനം എവിടം വരെ എത്തി, ലാസ്റ്റ് സ്ഥലം വരെ എത്തി. അതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ലാസ്റ്റ് പ്രോസസ്, ദാറ്റ് ഈസ് കോൾഡ് ടെർമിനേഷൻ. അപ്പൊ നോക്കിയ ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾറെഡി കോഡോൺസിനനുസരിച്ചിട്ട് 8 കോഡോൺസ് വന്നു. 8 കോഡോൺസിനനുസരിച്ച് എന്ത് വന്നു, 8 അമിനോ ആസിഡ്സ് വന്നു. A3 വന്നു, A4 വന്നു, A5, A6, A7, A8 വന്നു. ഇനി എന്താണ്, ഇനി ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ എന്താണ്, നമ്മുടെ കോഡോൺ എന്താണ്, UAA ആണ്. UA എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സ്റ്റോപ്പ് കോഡോൺ ആണ്. UA തന്നെ വരണമെന്നൊന്നുമില്ല, ഏതെങ്കിലും വരാം, UAG വരാം, അല്ലെങ്കിൽ UGA വരാം. ഇതിൽ ഏതെങ്കിലും ഒരാളായിരിക്കും എന്ത്, ലാസ്റ്റ് വരുന്നത്. ലാസ്റ്റ് വരുന്ന ആരാണ്,
അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് UAA വരാം, അല്ലെങ്കിൽ എന്ത് വരാം UAG വരാം, അല്ലെങ്കിൽ UGA വരാം. ഇവരാരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ട്രാൻസ്ഫർ RNA എന്തില്ല, ട്രാൻസ്ഫർ RNA അവിടെ വരില്ല. കാരണം എന്താ, ട്രാൻസ്ഫർ RNAക്ക് ഇവർ ആരും എന്ത് ചെയ്യുന്നില്ല, കോഡോൺ നോട്ട് കോഡ് ഫോർ അമിനോ ആസിഡ്സ് ആണ്. ഒരു അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യാത്ത ആൾക്കാരാണ് നമ്മുടെ എന്ത് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയും. അപ്പൊ എന്താ പ്രത്യേകത, അപ്പോ ഇവിടേക്ക് എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ RNA ഇല്ല. അത് ട്രാൻസ്ഫർ RNAയിൽ എന്തുണ്ടാവില്ല, ഈ സ്റ്റോപ്പ് കോഡോണിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റി കോഡോൺ ഉണ്ടാവില്ല. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സ്റ്റോപ്പ് കോഡോണിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ആന്റി കോഡോൺ എവിടെ ഉണ്ടാവില്ല, നമ്മുടെ ട്രാൻസ്ഫർ RNAയിൽ ഉണ്ടാവില്ല. അപ്പൊ അതായത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആന്റി കോഡോൺ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ RNAക്ക് ഇവിടെ അമിനോ ആസിഡ്സ് അറ്റാച്ച് ചെയ്യാനും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യില്ല, ഒരു കോഡോൺസും വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ mRNA സിന്തസിസ് പ്രോട്ടീൻ സിന്തസിസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു എന്ന് അർത്ഥം. അപ്പോൾ ഇപ്പൊ ഫോം ചെയ്ത ഈ പ്രോട്ടീൻ ചെയിനിൽ എത്ര അമിനോ ആസിഡ്സ് ഉണ്ടെന്ന് പറയാം, 1 2 3 4 5 6 7 8 അമിനോ ആസിഡ്സ് ഉള്ളു. പക്ഷെ നമുക്ക് എത്ര കോഡോൺസ് വന്നു, 9 കോഡോൺസ് വന്നു. അപ്പൊ ലാസ്റ്റ് ഒരു അമിനോ ആസിഡ്സും വരാണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ പ്രോട്ടീൻ ചെയിൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഈ ബോണ്ടിനെ പറയുന്ന പേരാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയും, പെപ്റ്റൈഡ് ബോണ്ട്. അപ്പൊ ഇവിടെ എല്ലാ അമിനോ ആസിഡ്സിനെയും ജോയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, പെപ്റ്റൈഡ് ബോണ്ട്. അപ്പൊ എത്ര പെപ്റ്റൈഡ് ബോണ്ട് വരുന്നുണ്ട് ഇവിടെ, 1 2 3 4 5 6 7. എത്ര അമിനോ ആസിഡ്സ് ഉണ്ടോ അതിന്റെ -1 ആയിരിക്കും എന്ത് വരുന്നത്, പെപ്റ്റൈഡ് ബോണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ 8 അമിനോ ആസിഡ്സ് ഉള്ള പ്രോട്ടീൻ ചെയിൻ ആണ് ഫോം ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട് എപ്പോഴും എത്രയായിരിക്കും, -1 ആയിരിക്കും പെപ്റ്റൈഡ് ബോണ്ട് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ പ്രോട്ടീൻ ചെയിൻ ഫോം ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും, ഈ പ്രോട്ടീൻ ചെയിൻ അപ്പൊ നമ്മുടെ ടെർമിനേഷനിൽ എന്താ വരുന്നത്, ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ mRNAയിൽ ഏത് വന്നു, സ്റ്റോപ്പ് കോഡോൺ വന്നു. mRNAയിൽ സ്റ്റോപ്പ് കോഡോൺ വന്നപ്പോ എന്താണ്, നോ അമിനോ ആസിഡ്സ് ക്യാരിയിങ് ട്രാൻസ്ഫർ RNA. ഒരു അമിനോ ആസിഡ്സിനെ ക്യാരി ചെയ്യുന്ന ട്രാൻസ്ഫർ RNA ഇല്ല അവിടെ. കാരണം എന്താ, അത് സ്റ്റോപ്പ് കോഡോൺ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ ഏത് പ്രോസസ് അവിടെ കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അവിടെ കംപ്ലീറ്റ് ചെയ്തു. പ്രോട്ടീൻ സിന്തസിസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നടക്കുന്ന പ്രോസസ് എന്താണ്, ഈ പ്രോട്ടീൻ ചെയിൻ അവിടെ റിലീസ് ചെയ്യും. കംപ്ലീറ്റഡ് ആൻഡ് പ്രോട്ടീൻ ചെയിൻ അവിടെ റിലീസ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫോം ചെയ്ത പ്രോട്ടീൻ ചെയിനിൽ എത്ര അമിനോ ആസിഡ്സ് ഉണ്ടെന്ന് പറയാം, 8 അമിനോ ആസിഡ്സ് ഉള്ള ഒരു പ്രോട്ടീൻ. 8 അമിനോ ആസിഡ്സ് ഉള്ള ചെയിൻ ഒന്നും അല്ല നോർമലി വരിക, നമുക്ക് അത്രയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഒരു 8 അമിനോ ആസിഡ്സ് ഉള്ള ഒരു പ്രോട്ടീൻ ചെയിൻ ഇവിടെ ഓൾറെഡി സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നോക്കിക്കേ, ഇവിടെ ലാസ്റ്റ് കണ്ടോ കുറച്ച് ഭാഗം സ്റ്റോപ്പ് കോഡൺ കഴിഞ്ഞ് കുറച്ച് റീജിയൻസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ റീജിയനെ പറയുന്ന പേര് നമ്മൾ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്ന് പറയും. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്, UTR എന്ന് പറയും. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്ന് വെച്ചാൽ അർത്ഥം ഇവിടെ ഇവരാരും ട്രാൻസ്ലേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്, അതായത് ഇവരാരും തന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. പക്ഷേ ഈ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ട്രാൻസ്ലേഷൻ. ഈ റീജിയൻസിൽ നമ്മുടെ അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫർ RNAയിൽ ഒന്നിലും ഇല്ല, പ്രോട്ടീൻ സിന്തസിസിൽ ഇൻവോൾവ് ചെയ്യാത്ത റീജിയൻസ് ആണ് എന്ത്, നമ്മുടെ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ, നോട്ട് ഇൻവോൾവ്. പക്ഷെ അത് എന്തിനാണ്, അത് പ്രോട്ടീൻ ചെയിനിന്റെ സിന്തസിസിന് ഇൻവോൾവ് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ എന്തുണ്ട്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ സിന്തസിസിൽ അതിന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, പക്ഷേ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് റോളൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. അപ്പൊ എന്താണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എവിടെയാണ് കാണുന്നത്, അറ്റ് ദി എൻഡ് എന്ന് പറയുമ്പോൾ ഇത് ഏത് ഭാഗമാണ്, നമുക്ക് ഇവിടെ ഈ 5' എന്താണ്, നമ്മൾ ക്യാപ്പാണ് അല്ലെ, 3' ഇതായിരിക്കും ടെയിൽ. അപ്പൊ ടെയിൽ റീജിയൻസിൽ ലാസ്റ്റ് വരുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. അപ്പോൾ ഇതിന്റെ ഒരു എക്സ്പാൻഡഡ് ഫോമും കൂടി അവിടെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. എന്താണ് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ എന്ന് പറഞ്ഞാൽ, നോട്ട് ഇൻവോൾവ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്. ആ റീജിയൻസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അത് ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ എന്ത് കഴിഞ്ഞു, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോൾ ഈ പ്രോസസ്സ് വഴിയാണ് നമ്മുടെ ബോഡിയിൽ എല്ലാ പ്രോട്ടീൻ ചെയിൻസും ഫോം ചെയ്യുന്ന ഏത് പ്രോസസ്സ് വഴിയാണ്, ഈ ട്രാൻസ്ലേഷൻ വഴിയാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. DNA നിന്ന് mRNA വരിക, mRNA എന്ത് ചെയ്യാണ്, പ്രോട്ടീൻ ചെയിൻ സിന്തസൈസ് ചെയ്യുക. ഓക്കെ, ദെൻ താങ്ക് യു വെരി മച്ച്.